ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അടിപൊളി ചുരിദാർ കട്ടിങ്ങിന്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ഒരുപാട് ഡിഫറെന്റ് നെക്കിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ അജ്രക്കിന്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഡിസൈൻ വരുന്നത് ഇതേപോലെയാണ്, കോളർ നെക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. സ്ലീവിന്റെ എൻഡിങ്ങിലും സെയിം ആ കോളറിന് വെച്ചിരിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ സ്ലീവിനും വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് വന്നിട്ട് ഇതൊരു എക്സൽ സൈസിലായിരിക്കും കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതേപോലെയാണ് വരുന്നത്. പ്യുവർ കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത്. 100% കളർ ഗ്യാരണ്ടി വരുന്നതാണ്. പിന്നെ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം തന്നെ സ്റ്റിച്ചിങ്ങിന് കംപ്ലൈന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന കളക്ഷൻസ് ആട്ടോ. നെക്സ്റ്റ് ഒരു പാറ്റേൺ ഇതേപോലെയാണ് വരുന്നത്. ഇതും മിക്സ് ആൻഡ് മാച്ചിങ് ആണ്. അടിപൊളി നല്ലൊരു മോഡലാട്ടോ ഇത് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി ഒരു മോഡലാണ് വരുന്നത്. പോക്കറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ആൻഡ് മാച്ചിങ് തന്നെയാണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് എല്ലാം തന്നെ നോർമൽ ആയിരിക്കും വരുന്നത്. നോർമൽ സ്ലീവിലായിരിക്കും വരുന്നത്. സൈസ് വന്നിട്ട് XXL വരുന്നുണ്ട് കേട്ടോ. ലെങ്ത് വന്നിട്ട് ഒരു 52-53 ലെങ്തും വരുന്നുണ്ട്. ഇത് അതിന്റെ മിക്സ് ആൻഡ് മാച്ചിങ് ആണ്. അപ്പൊ നമ്മൾ ഇതിൽ ഒരെണ്ണം മാത്രം ഓപ്പൺ ആക്കി കാണിക്കുന്നുള്ളൂ. ആദ്യം ഓപ്പൺ ആക്കി കാണിച്ചാൽ അതെങ്ങനെയാണോ അതിന്റെ മിക്സ് ആൻഡ് മാച്ചിങ് തന്നെയായിരിക്കും ഇത് നെക്സ്റ്റത്തെ ഒരു ഡിസൈൻ ആട്ടോ. നെക്സ്റ്റത്തെ ഒരു മോഡലും കൂടിയാണ്. ഇത് നെക്കിന് മാത്രം നമ്മൾ വേറൊരു മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ചെറിയ ഫ്ലവർ ഒക്കെ നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നോർമൽ സ്ലീവിൽ തന്നെ ആയിരിക്കും അതായത് 3/4 സ്ലീവ് ആയിരിക്കില്ല, നോർമൽ സ്ലീവ് ഒരു 7 ഇഞ്ചൊക്കെ ആയിരിക്കും. നെക്സ്റ്റത്തെ മോഡൽ ഇതേപോലെയാണ്. ഇത് വന്നിട്ടും മിക്സ് ആൻഡ് മാച്ചിങ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ സ്റ്റിഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫിനിഷിങ് കിട്ടാൻ വേണ്ടി സ്റ്റിഫിൽ അടിപൊളി നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇതേപോലെയാണ് വരുന്നത്. അത്യാവശ്യം ഇതിൽ ഈ ഒരു കളക്ഷന് അത്യാവശ്യം നമ്മളൊരു ഷേപ്പിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റത്തെ ഡിസൈനും ഇതേപോലെയാണ്. ഇതെല്ലാം തന്നെ സ്റ്റിഫൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ അത്യാവശ്യം ഒരു നീറ്റ് ആയിട്ടൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റത്തെ ഒരു മോഡൽ വരുന്നതും ഇതേപോലെ തന്നെയാണ്. എല്ലാം സ്റ്റിഫിലൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നെക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതേപോലെ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തേക്കാണ് നെക്ക്. ഇതും ലൈസ് ആട്ടോ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു പ്ലെയിൻ റെഡ് മെറ്റീരിയലിൽ ഒരു ബ്ലാക്ക് കളർ ലൈസ് ഇതേപോലെ ഡിസൈനായിട്ട് അടിപൊളി ഒരു ഡിസൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം തന്നെ അടിപൊളി പാറ്റേൺസ് ആണ് ഇന്ന് കാണിക്കുന്നത് എല്ലാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വേണം നിങ്ങൾ ഈ കളക്ഷൻസ് എല്ലാം തന്നെ കാണാൻ കേട്ടോ. നെക്സ്റ്റത്തതും വൈറ്റ് മെറ്റീരിയൽ കൊണ്ടാട്ടോ നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ലേസ് കൊണ്ടാണ് അത് ഫുൾ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ലെങ്ത് ഒക്കെ തന്നെ 52-53 ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ കളക്ഷൻസിന്റെ ഒക്കെ റേറ്റ് വരുന്നത് 250 രൂപയാണ് റീറ്റെയിൽ വരുന്നത്. ഹോൾസെയിൽ ആണെങ്കിൽ 230 രൂപയും. കുറഞ്ഞ 4 പീസാണ്. പിന്നെ 15 പീസിന്റെ മുകളിൽ എടുക്കുമ്പോൾ ഈ റേറ്റ് ആയിരിക്കില്ല. ഇതിൽ നിന്ന് ചെറുതായിട്ട് റേറ്റ് അഡ്ജസ്റ്റ് ആവും കേട്ടോ. കാരണം നമ്മൾ ഇത്രയും മോഡലിൽ നമ്മുടെ സ്റ്റാഫ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവർക്ക് പൈസ കൂട്ടി കൊടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം അത്രയും ഫിനിഷിങ്ങിൽ അവർ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഇത്രയും നല്ല മോഡൽസും ചെയ്തു തരുന്നുണ്ട് തന്നെ അവർക്ക് നമ്മൾ റേറ്റ് കൂട്ടിയാണ് സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കുന്നത് കേട്ടോ. അതാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. പിന്നെ ഇതേപോലെ ലേസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്യൂർ കോട്ടന്റെ മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലെ താഴെ മുതലേ ഒരു വൈറ്റ് കളറിലെ പൈപ്പിംഗ് പോയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, പോക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഡിസൈനാണ് കേട്ടോ. വൈറ്റ് കളറിൽ ഒരു പൈപ്പിംഗ് ആട്ടോ താഴെ വരയ്ക്കും പോയേക്കുന്നത്. വീനെക്കിലാണ് വരുന്നത്. ഇതേപോലെ അടിപൊളി ഒരു ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത്. സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതൊരു പ്രിൻസസ് കട്ട് മോഡലിൽ വരുന്നതാണ്. മിക്സ് ആൻഡ് മാച്ചിങ് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേണിൽ വരുന്ന കേട്ടോ ഈ ഒരു കളക്ഷൻ. അപ്പോൾ ഇതിൽ തന്നെ 2-3 കളേഴ്സോളം വരുന്നുണ്ട്. അപ്പം നമ്മളത് ഒരു ഡെമ്മിയിലൊക്കെ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ ഒന്നുകൂടി നിങ്ങൾ ഇട്ടാൽ എങ്ങനെയായിരിക്കും എന്ന് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോസ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഇനി അങ്ങോട്ട് കാണിക്കുന്നത് അജ്രക്കിന്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ അടിപൊളി അജ്രക്ക് ഡിസൈൻസ് ആണ്. അപ്പൊ നമ്മൾ നൈറ്റി ഫ്രോക്ക് അജ്രക്കിൽ ചെയ്യുമ്പോൾ ഒരുപാട് അമ്മമാരൊക്കെ ചോദിക്കുമായിരുന്നു, ഈ മോഡൽസ് കൊണ്ടുവരാതെ അമ്മമാർക്കൊക്കെ പറ്റിയ ഇതേപോലത്തെ കളക്ഷൻസ് കൊണ്ടുവരുമെന്ന്. അപ്പൊ നമ്മൾ ചുരിദാർ കട്ടിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് പുറകെയൊക്കെ ആയിട്ട് 2-3 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ അജ്രക്കിന്റെ തന്നെ 3 പീസ് കളക്ഷൻസ് വരും. അപ്പൊ അതും നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഇതെല്ലാം അടിപൊളി ഡിസൈൻസ് ആണ്, ഒന്നും പറയാല്ല. മിക്സ് ആൻഡ് മാച്ചിങ് ആയിട്ട് വന്നിരിക്കുന്ന അജ്രക്കിന്റെ ഡിസൈൻസ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 240 രൂപയായിരിക്കും. നമ്മൾ മുന്നേ ചെയ്തിരിക്കുന്ന അതേ റേറ്റ് തന്നെയാണ്. നമ്മൾ റേറ്റ് കൂട്ടിയിട്ടില്ല, റേറ്റ് കുറച്ചിട്ടില്ല, സെയിം റേറ്റ് തന്നെയാണ്. 240 ആണ്. അതും റീറ്റെയിൽ റേറ്റ് ആട്ടോ. ഹോൾസെയിൽ അല്ല 240, റീറ്റെയിൽ ആണ് 240 എന്നുള്ളത്. ഹോൾസെയിൽ ആണെങ്കിൽ 220 രൂപയാവും. പിന്നെ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ 5-10 പീസൊന്നും എടുക്കേണ്ട, വെറും 4 പീസ് എടുത്താൽ മതി കേട്ടോ.
അതേപോലെ 15 പീസിന് മുകളിൽ എടുക്കുമ്പോൾ വീണ്ടും റേറ്റ് അഡ്ജസ്റ്റ് ആവും. നിങ്ങൾ റീസെല്ലേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ബൾക്കായിട്ട് എടുക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്. കണ്ടോ, ഇതെല്ലാം അടിപൊളി ഡിസൈൻസ് ആണ്. അപ്പോൾ അജ്രക്കാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. കാരണം നമ്മൾ എത്ര ബൾക്ക് കൊണ്ടുവന്നാലും നമുക്ക് ഈ അജ്രക്കിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ. അത് മാനസി കട്ടിങ് ആയിക്കോട്ടെ, നൈറ്റി ഫ്രോക്ക് ആയിക്കോട്ടെ. അപ്പോൾ ഈ ചുരിദാർ കട്ടിങ്ങിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കരുത്. അടുത്തത് കാണിക്കുന്നത് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആട്ടോ. ബ്ലാക്ക് അല്ല വരുന്നത്, ബ്ലൂ ആട്ടോ വരുന്നത്. സെയിം പാറ്റേൺ തന്നെയായിരിക്കും വരുന്നത്. ഇത് വന്നിട്ട് ഫ്രീ സൈസിലാണ്. ഡബിൾ എക്സലുകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നമ്മൾ ഫ്രീ സൈസിൽ ചെയ്തിരിക്കുന്നത്. റേറ്റ് സെയിം തന്നെയായിരിക്കും, 240 തന്നെയായിരിക്കും വരുന്നത്. റീറ്റെയിൽ 240 തന്നെയായിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു മെറ്റീരിയൽ എടുത്തോട്ടെ ബ്രാൻഡഡ്, അതായത് ലോ റേറ്റ് അല്ല കേട്ടോ, ലോ റേറ്റ് മുകളിലേക്കുള്ള എല്ലാ കളക്ഷൻസ് തന്നെ നമ്മൾ റിട്ടേൺ എടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ്ങിന്റെ കംപ്ലൈന്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. പിന്നെ സൈസിന്റെ കാര്യം മാത്രം പറയരുത് കേട്ടോ, കാരണം സൈസ് നോക്കി വാങ്ങിക്കുക. സൈസിന്റെ ഒരു ഇഷ്യൂ കാരണം നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ല. ബാക്കി സ്റ്റിച്ചിങ്ങിന്റെ കംപ്ലൈന്റ് മെറ്റീരിയൽ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഏതൊരു കളക്ഷൻ ആണെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കരുത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് പേര് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ് അയച്ചു തരും, അഡ്രസ്സ് സെൻഡ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് ടോട്ടൽ എമൗണ്ടും GPay നമ്പറൊക്കെ സെൻഡ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ആ കളക്ഷൻ ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ അത്രയും ഒരു ടൈം പോകും. കാരണം നമുക്കത് മറ്റൊരു കസ്റ്റമറിലേക്ക് അത് എത്തിക്കാനും പറ്റില്ല. അവർ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സോൾഡ് ഔട്ട് എന്ന് പറയും. പക്ഷെ ഇപ്പുറത്ത് നിങ്ങൾ എടുക്കാതെ വന്ന ആ ഒരു പീസ് വേസ്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പിന്നെ എല്ലാവരും പറയും പോലെ നമുക്ക് 10-60 സ്റ്റാഫ് ഒന്നും ഇല്ല കേട്ടോ. 1-2 പേരെ വെച്ചിട്ടാണ് നമ്മൾ ഓൺലൈൻ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ. റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് കോൾ തന്നെ അടുപ്പിച്ച് ചെയ്യുക. 2-3 പ്രാവശ്യം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുമ്പോൾ വാട്സപ്പ് കോൾ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്. കളക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയുക. കാരണം നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ ഓരോരോ കളക്ഷൻസ് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേപോലുള്ള കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ പെട്ടെന്ന് വരാം. താങ്ക്